പാമ്പ് ഏതായാലും എവിടെ കണ്ടാലും പാമ്പിനെ പിടിക്കാൻ വാവാ സുരേഷ് തന്നെ വരണം. പാമ്പിനെ പിടിക്കാൻ സുരേഷ് തന്നെ വരണമെന്നുള്ളത് മലയാളികളുടെ ആവശ്യമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ എവിടെയാണെങ്കിലും ഫോൺ സന്ദേശം ലഭിച്ചാലുടൻ തിരുവനന്തപുരത്ത് നിന്ന് വാവാ സുരേഷ് ഓടിയെത്തും. രാവിലെ 8 മണിയോടെ വകയാർ വള്ളിക്കോട് തയ്യൽ കിഴക്കേതിൽ ഗോപിനാഥക്കുറുപ്പിന്റെ കിണറ്റിന്റെ 6ാമത്തെ തൊടിയിലെ പാറയ്ക്ക് മുകളിലാണ് വലുപ്പമേറിയ മൂർഖനെ കാണപ്പെട്ടത്. തലേ ദിവസം വീട്ടുമുറ്റത്ത് കാണപ്പെട്ട മൂർഖൻ ആളനക്കം കേട്ട് കൈവരിയില്ലാത്ത കിണറ്റിൽ ഒളിക്കുകയായിരുന്നു. പാമ്പിനെ പിടികൂടാനെത്തിയ വാവാ സുരേഷിന് താരപരിവേഷമാണ് ഇവിടെ ലഭിച്ചത്. സുരേഷ് വന്നിറങ്ങിയതോടെ കുട്ടികൾ ആർത്തു വിളിച്ചു. ചിലർ ഷെയ്ക്കാൻഡ് കൊടുത്തു, മറ്റു ചിലർ തൊട്ടുനോക്കി. മൊബൈലിൽ ചിത്രം പകർത്താൻ മത്സരിച്ചവരും ഏറെയാണ്. നാട്ടുകാർക്ക് മുമ്പിൽ താരമാകാൻ നിന്നുകൊടുക്കാതെ സുരേഷ് തന്റെ ദൗത്യ നിർവഹണത്തിനായി തയ്യാറെടുത്തു. ഒരു മുളയിൽ കമ്പി വളച്ചുകെട്ടി കിണറ്റിലേക്ക് ഇറങ്ങി. കയ്യിലിരുന്ന മുളവടിയിൽ പാമ്പിനെ കുരുക്കി 10 മിനിറ്റിനുള്ളിൽ കരയിലെത്തി. ചുറ്റും കാത്തുനിന്നവർ ഭയന്നോടി. സ്ത്രീകളും കുട്ടികളും ഓടിയകന്നു. പിന്നീട് വിഷം ചീറ്റുന്ന മൂർഖൻ പാമ്പുമായി വാവാ സുരേഷ് കളി തുടങ്ങി. പാമ്പുമായുള്ള വാവാ സുരേഷിന്റെ പ്രകടനങ്ങൾ കണ്ടതോടെ ഭയന്നോടിയവർ കൗതുകത്തോടെ അടുത്തു തുടങ്ങി. ഭയം നിറഞ്ഞ മുഖത്ത് കൗതുകവും ചിരിയും വിടർന്നു തുടങ്ങി. നാട്ടുകാർക്ക് മുമ്പിൽ അല്പനേരം കാഴ്ചയുടെ ഒരു ഉത്സവം. പിന്നീട് മൂർഖനെ വീട്ടുകാർ നൽകിയ ചാക്കിലാക്കി വനപാലകർക്ക് കൈമാറിക്കൊണ്ട് കാഴ്ചയുടെ ഉത്സവം അവസാനിപ്പിച്ച് അടുത്ത ദൗത്യത്തിനായി പാമ്പ് പിടുത്തത്തിനായി വാവാ സുരേഷ് യാത്രയായി. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.